നമ്മുടെ ജീവിതത്തിൻ്റെ താളം ചെറുതായിട്ടൊന്ന് തെറ്റുമ്പോൾ രാത്രിയിൽ നമുക്ക് ഉറക്കം നഷ്ടപ്പെട്ട് വേദന കൊണ്ട് ഉറങ്ങാൻ കഴിയാത്ത ഒരവസ്ഥ വരുമ്പോൾ നമ്മൾ സാധാരണ ഒരു നോർമൽ അവസ്ഥയിൽ നിന്ന് നമ്മുടെ ചിന്താഗതികളും നമ്മുടെ ആലോചനകളും ഒക്കെ മാറി ഒരു വല്ലാത്ത വിഷാദ രോഗങ്ങളിലേക്കും അപകടങ്ങളിലേക്കുമൊക്കെ പോകുന്ന ചില മനുഷ്യരെ കാണാൻ കഴിയും. ജീവിതത്തിൻ്റെ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ ജീവിതത്തിൽ സന്തോഷങ്ങളും സങ്കടങ്ങളും കടന്നു വന്നുകൊണ്ടേയിരിക്കും. 1-2 ആഴ്ചകൾക്ക് മുമ്പ് ഒരു കാലത്ത് അതിവിദഗ്ധനായ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലെ ഒരു വിദഗ്ധനായ ഡോക്ടർ ഞാനുമായി വലിയ ബന്ധമുണ്ടായിരുന്നു. ഒരു 3-4 ആഴ്ചകൾക്ക് മുമ്പ് അദ്ദേഹവുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ക്യാൻസർ വന്നിട്ട് അതിൻ്റെ ചികിത്സകളുമായി അദ്ദേഹം മുൻപോട്ട് പോകുമ്പോൾ താങ്ങാനാകാത്ത വേദനയും പ്രയാസവും മാനസിക സംഘർഷങ്ങളുമൊക്കെ അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അദ്ദേഹം വല്ലാതെ ആത്മഹത്യയെക്കുറിച്ച് ഞാൻ അറിയാതെ ചിന്തിച്ചു പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൻ്റെ തുടക്കത്തിലോ ആഹ്ലാദത്തിലോ അതിനപ്പുറം ഈ ലോകത്ത് നിന്ന് വിടവാങ്ങുന്ന ഒരു സമയമുണ്ട്. നമ്മളൊക്കെ ഈ ലോകത്ത് നിന്ന് യാത്രയാകുന്ന ഒരു അവസാന നിമിഷങ്ങളും സന്ദർഭങ്ങളുമുണ്ട്. ആ സമയം നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോയാൽ, നമ്മുടെ വിശ്വാസം ചോർന്നു പോയാൽ, പിശാചിൻ്റെ കരവലയങ്ങൾക്കുള്ളിൽ നമ്മെ അകപ്പെടുത്തിയാൽ നമ്മുടെ ജീവിതം ഹസിറത്ത് ദുനിയ വൽ ആഖിറ, ഇഹവും പരവും നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും അള്ളാഹു നേരത്തെ അത് എഴുതി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഞാൻ എന്തിനാണ് അങ്ങനെ നേരത്തെ എഴുതി രേഖപ്പെടുത്തിയത്? ലികൈലാ തഅസ്സൗ അലാ മാ ഫാത്തക്കും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ സാമ്പത്തികമായ ഒരു ബാധ്യത വന്നതിൻ്റെ പേരിൽ, രോഗങ്ങൾ കൊണ്ട് ഉറങ്ങാൻ കഴിയാത്ത ഒരു വല്ലാത്ത അവസ്ഥകൾ വന്നതിൻ്റെ പേരിൽ നിങ്ങൾ സങ്കടപ്പെടാതിരിക്കാനും, വലാ തഫ്രഹു ബിമാ ആതാക്കും, അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിങ്ങൾ ദുരഭിമാനിയായി റബ്ബിനെ മറന്നു പോകാതിരിക്കാനുമാണ്. അള്ളാഹു നാം ഓരോരുത്തർക്കും ജീവിതത്തിൻ്റെ അവസാന സന്ദർഭങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയതുപോലെ സന്തോഷകരമായ ഒരു മരണം വരിക്കാൻ